ഹലോ ഗായ്സ്, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഇന്ന് ചെറിയോണമാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് വേണം പൂവിടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ. പിന്നെ ഇന്ന് ചേച്ചീൻ്റെ അവിടേക്ക് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കല്യാണ സമയത്തുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ചെയ്യുന്നു. പിന്നെ പോകുന്ന വഴിക്കായിട്ട് എനിക്ക് മുല്ല കുറച്ച് വെച്ച് തന്നു. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോയിൽ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വീഡിയോയിലെടുത്തു. പിന്നെ ഞങ്ങൾ പൂവൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അവിടെ നിന്നായിരുന്നു പൂവൊക്കെ വാങ്ങിച്ചത്. ഒരുപാട് തരം പൂക്കളുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ വാങ്ങിച്ചു. പൂവിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ചെറിയോണൊക്കെ അല്ലേ, അപ്പം ലാവിഷാക്കാതെ അങ്ങോട്ട് കരുതി. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ഉള്ളത് തൊഴുത് നിൽക്കുന്ന ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പുറമേ ഉള്ള എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പകുതി ലൈക്ക് അമ്പലത്തിൻ്റെ പാർട്ട് വെച്ചിട്ട് എടുക്കാമെന്ന്. അപ്പം ഞങ്ങൾ പോയ ക്ഷേത്രത്തിൻ്റെ പേര് തളി എന്നാണ്. പിന്നെ അവിടെ പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. നല്ല സൂപ്പറായിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു. പിന്നെ ഈ ടൈമിലൊക്കെ പുറത്ത് പോയാൽ ഏറ്റവും കാണാവുന്ന കാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കേരള ട്രഡീഷണൽ ആയിട്ട് നമുക്ക് പറയില്ല, കേരള തനിമയായിട്ട് വരുന്നവർ അതുപോലെ എല്ലാവരും ഉണ്ടായിരുന്നു. സെറ്റും മുണ്ടും സാരിയും ഒക്കെ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ അനിയത്തിനെ കൂട്ടി. അവൾക്ക് ഓണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഓണം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂവിടാനും വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവളെ കൊണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവളെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിച്ചു, സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ പൂവിടാൻ പോകുന്നത്. പിന്നെ അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ വീഡിയോ ഉണക്കിയപ്പോൾ ചുമ്മാ ഡാൻസൊക്കെ. അതിന് ശേഷം ഞങ്ങൾ പോയിട്ട് ചായ കുടിച്ചിട്ട് പൂവിടാൻ വിചാരിച്ചു. കാരണം പൂവിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരമാവും. അപ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് അമ്പലത്തിലൊക്കെ പോയി വന്നുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ പൂവിടാൻ നിന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും കടലക്കറിയും പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ കോഫി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങൾ കുടിച്ചതും കഴിച്ചതും. പിന്നെ ഞങ്ങൾ തലേ ദിവസം രാത്രി തന്നെ ഒരു പിക്ചർ എന്ന് വെച്ചാൽ എന്താണ് ഓണത്തിന് ഇടേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് സ്ഥാനത്ത് വരണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോൾ ഇടാൻ എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഈ പൂവൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ട്. ഞങ്ങൾ ചെറിയോണത്തിനിട്ട ചെറിയൊരു പൂവ് ഞങ്ങൾക്ക് ഇഷ്ടമായ പൂവ്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയാം. കണ്ടിട്ട് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഒരു പൂ ഇട്ടിട്ട് എന്തായാലും നമ്മൾ ഫോട്ടോ എടുക്കാതെ കൊല്ലല്ലോ. അപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയമായിരുന്നു ഇപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ചായിരുന്നു എടുത്ത് വെച്ചത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പുറത്ത് തറയിലും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പൂ ഇട്ടിട്ടുണ്ട്. അത് ചുമ്മാ ഇട്ടതാണ്. പുറത്തെ തറയിൽ ഒരു പൂവ്. പിന്നെ ഞങ്ങൾ അകത്താണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്താ പറയുക, ഫസ്റ്റ് ഓണം ഗംഭീരമാക്കണം എന്നുള്ളൊരു സംഭവത്തിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തതും. ഇനി ഞങ്ങൾക്കതൊരു മെമ്മറീസ്. ഇനിയിപ്പോൾ ഒരിക്കലും ഫസ്റ്റ് ഓണം ആവില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓണം ഇങ്ങനെ തന്നെ ആഘോഷിച്ചു. പിന്നെ കുറേ കളിയും ചിരിയും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവളെ അനിയത്തിനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു. കാരണം അവൾക്ക് അവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവളെ കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ ചേച്ചീൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പോയത്. കാരണം സാരിയായിട്ട് കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ എടുത്തതാണ്. അതുകൊണ്ട് കുറച്ച് നേരം ആ സാരിയിൽ നിന്നോന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് സാധാ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും ഓണക്കോടി എടുത്തിട്ടുണ്ടാവില്ലേ അല്ലേ? എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ്. ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. ഇല്ലാത്തവരും കമൻറ്റ് ചെയ്യും, ഉള്ളവരും കമൻറ്റ് ചെയ്യും. നമുക്ക് അറിയാമല്ലോ ആർക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി എല്ലാവർക്കും ഓണം ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങൾ ചേച്ചീൻ്റെ അവിടേക്ക് എല്ലാവരും കൂടിയാണ് വിളിച്ചത്. അപ്പോൾ അമ്മയും അച്ഛനും ഏട്ടനും ഞാനും എല്ലാവരും കൂടിയാണ് പോയത്. പിന്നെ അവിടെ എത്തി പാറൂനും അമ്പാടിനും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ചേച്ചിയും അളിയനും അവരൊക്കെ ഇന്ന് സ്പെഷ്യലായിട്ട് വിളിക്കുക. കാരണം സദ്യയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സദ്യത്തെ എല്ലാ വിഭവവും ഇല്ല, എന്നാലും സദ്യത്തെ ഓൾമോസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് ചെറിയൊരു ഒരു കൂടൽ. അപ്പോൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരും എടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലവ് യു ഗൈസ്, കീപ് സപ്പോർട്ടിങ്. ബൈ.